ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ കാസർഗോഡ് കളക്ടറേറ്റ് ധർണ നടത്തി. ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളുടെ സെയിൽസ് സമ്മർദ്ദത്തിനും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെയാണ് ധർണ നടത്തിയത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് BMSRA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉപേന്ദ്രൻ കെ ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശദമായി അന്വേഷിക്കണമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങളും മാനസികാരോഗ്യവും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ ഈ ഒരു ധർണാ സമരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളെല്ലാ കമ്പനികൾക്കും, ഫാർമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും കൃത്യമായും BMSRയുടെ നേതൃത്വത്തിൽ നാം ലെറ്റർ അയക്കുകയാണ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെ തൊഴിലാളികളായി മനുഷ്യന്മാരായി കണ്ടുകൊണ്ട് അവർ ജോലി സമയം നിർവഹിച്ചുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അവർക്കും കുടുംബങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇന്ന് നമുക്ക് 24 മണിക്കൂർ ജോലി ചെയ്താലും ടാർഗറ്റ് ആയില്ലെങ്കിൽ അതിന്റെ പ്രശ്നം. ടാർഗറ്റ് ആയിട്ടില്ലെങ്കിൽ കമ്പനിയുടെ റിവ്യൂ മീറ്റിംഗ് 2 ദിവസം 3 ദിവസം റിവ്യൂ മീറ്റിംഗ്. ഇന്നിപ്പോ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിൽ ഭാരതത്തില് 5ഓളം പേരാണ് ഈ ഒരു വിഷയം മൂലം ആത്മഹത്യ ചെയ്യുന്നത് തന്നെ. നാം ആവശ്യപ്പെടുന്നത് കമ്പനിയോട് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും മിഥുന്റെ ഫാമിലിക്ക് നൽകിക്കൊണ്ട് ആ ഫാമിലിയെ, കാരണം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്, 30-32 വർഷം ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരു യുവാവാണ് ആത്മഹത്യ മൂലം തന്റെ ജീവൻ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ആ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ 1 കോടി രൂപയെങ്കിലും കമ്പനി കൊടുക്കണമെന്നാണ് BMSR ആവശ്യപ്പെടുന്നത്. അത് മാത്രവുമല്ല, ഈ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങളും BMSR സജീവമായി ഏറ്റെടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ജീവനക്കാർ നേരിടുന്ന ജോലിഭാരം, ലക്ഷ്യാധിഷ്ഠിത സമ്മർദ്ദം, മാനേജ്മെന്റ് രീതികൾ എന്നിവയെക്കുറിച്ച് സമഗ്ര പഠനം നടത്തണമെന്നും ജോലിസ്ഥലങ്ങളിൽ ജീവനക്കാരുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും പരാതികൾ സുരക്ഷിതമായി അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ധർണയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ ദിനേശ് P, ഹരീഷ് സിദ്ദിബയൽ, BMS കാസർഗോഡ് മേഖലാ സെക്രട്ടറി ബാബുമോൻ ചെങ്കള എന്നിവർ ധർണയ്ക്ക് പിന്തുണ അറിയിച്ച് സംസാരിച്ചു. BMSRA സംസ്ഥാന സെക്രട്ടറി മനേഷ് B, ജില്ലാ ഭാരവാഹികളായ അരുൺ B, രവിപ്രസാദ് S, ഭരത് രാജ്, യോഗീഷ് K, അനിൽകുമാർ, വിക്കിൽ ദാസ്, നിഖിൽ നാരായണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. BMSRA ജില്ലാ സെക്രട്ടറി ശരത് കുമാർ KS സ്വാഗതം പറഞ്ഞു. BMSRA ജില്ലാ പ്രസിഡന്റ് തേജസ് K അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനാഥ് പായിച്ചാൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.